ഇങ്ങനെ ഇന്നിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മധുരം ഉണ്ടാക്കിയാലോ എന്ന് മധുരം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജിലേബി ചെയ്ത് നോക്കാൻ 2-3 മണിക്കൂറോളം ജിലേബിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉഴുന്ന് കുതിർത്ത് വെച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. നല്ല പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവരാം. ഇത് ഞാൻ 2 ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. 2 കളറിൽ ചെയ്ത് നോക്കാനാണ്. ഒരു നുള്ളി ഉപ്പും 2 ബൗളിലും ഇട്ട് കൊടുത്തിട്ട് ഒന്നിൽ ഒരു ഓറഞ്ച് റെഡ് കളറും ഒന്നിൽ ആപ്പിൾ ഗ്രീൻ കളറുമാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തത്. ഈ 2 മിക്സും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് രണ്ടും നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. 1.5 കപ്പോളം പഞ്ചസാരയും 1 കപ്പോളം വെള്ളവും ചേർത്തിട്ട് ഞാനൊരു നൂൽ പരുവം ആകുന്നത് വരെ ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ഞാൻ അടുത്തുള്ള ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്കൊരു ഫ്രൈ പാനിൽ ഇതേപോലെ ഓയിൽ ഒഴിച്ചിട്ട് പതുക്കെ ഓരോന്നും ആദ്യം 2 വലിയ റിങ്സ് ഉണ്ടാക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ കുഞ്ഞു റിങ്സ് ഉണ്ടാക്കുക. അങ്ങനെയാട്ടോ ജിലേബിയൊക്കെ. ആദ്യമൊക്കെ നമുക്കൊരു ടഫായിട്ട് തോന്നും, പിന്നെ അത് ഈസി ആകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ചൂടോട് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഷുഗർ സിറപ്പിനും ചൂട് വേണം, അതേപോലെ തന്നെ ഉണ്ടാക്കിയതിനും ചൂട് വേണം. അങ്ങനെ ഞാൻ ഗ്രീൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആദ്യം ഒന്നും ഒട്ടും ശരിയായില്ല കേട്ടോ. എങ്കിലും ഞാൻ ഗ്രീനും ഇതേപോലെ റെഡിയാക്കി നോക്കി. എല്ലാം ഇതേപോലെ ഷുഗർ സിറപ്പിലിട്ട് മുക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ ഉണ്ട്.